ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കുക്കർ ബിരിയാണി നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കറിക്കൊക്കെ അരിയാൻ എടുത്ത് വെച്ച പോലെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അത്ര വലിപ്പമേ ഉള്ളൂ കേട്ടോ, ചെറിയ പീസസ്സാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ വലിയ 2 സ്പൂണിന് 2 സ്പൂണ് തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. തൈര് ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ചോറിനൊക്കെ കളറ് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയേ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അത്രയും മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും തന്നെ മതിയാവും. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നമ്മൾ എടുത്തു വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചതിൽ കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിനയും മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്നോ, കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഒത്തിരി ഒന്നും ചേർത്ത് കൊടുക്കണ്ട, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലോണം പ്രസ് ചെയ്ത് ഇളക്കണം കേട്ടോ. എന്നാലേ ഇതിനകത്തേക്ക് നല്ലോണം മസാലയൊക്കെ പിടിക്കത്തുള്ളൂ കേട്ടോ. ഇതിനകത്ത് മുളക് പൊടി അതുപോലുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത്രയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇളക്കി തിരുമ്മി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ ഒന്ന് പൊത്തി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതൊരു 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിനകത്തങ്ങ് വെച്ചേക്കാവേ. അപ്പം ഞാൻ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് 3 ഗ്ലാസ് അരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ജീരകശാല അരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 3 ഗ്ലാസ് അരി എടുക്കുമ്പോൾ ഞാനിതിനകത്തേക്ക് 4.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. 1.5 ഗ്ലാസ് വെള്ളം കൂടെ അധികം എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു പിടി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും, പിന്നെ ഒരു കുഞ്ഞ് ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ചീകി, പിന്നെ ഒരു 5 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു 10 പച്ചമുളക്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും, ഒരു 10-20 വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ച് വെക്കണം കേട്ടോ. പിന്നെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മല്ലിച്ചപ്പ്, പുതിന അതുപോലുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഈ അരി ആദ്യം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതിയേ. അതുപോലെ തന്നെ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലിൻ്റെ കൂടെ തന്നെ ഞാൻ അതിലേക്ക് ഒരു 2 വലിയ ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നെയ്യൊന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് വരണമേ. മെൽറ്റായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സവാളയാണ്. സവാള ഇങ്ങനെ ഞെരടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇങ്ങനെ വിടർന്ന് കിട്ടും കേട്ടോ. എന്നിട്ടത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതിലേക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്ക് സവാളയൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് സവാള നന്നായിട്ട് നമുക്ക് മൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ചായിട്ട് വരുന്നുണ്ട്. അത്രയും പോലെ നമുക്ക് നന്നായിട്ട് തന്നെ അത് മുരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെയൊക്കെ നായി വന്നിട്ടുണ്ട്. എന്നാലും നമുക്ക് നന്നായിട്ട് കൈ എടുക്കാതെ വീണ്ടും ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കാതെ നല്ല രീതിയിലൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ. സവാള മുരിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്കതങ്ങ് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സവാളയെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമുക്കങ്ങ് കോരി മാറ്റിയേക്കാം. മുഴുവനായിട്ട് തന്നെ കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ആ ബാക്കി വന്ന എണ്ണയിലോട്ട് ഇതിനകത്തോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നന്നായിട്ട് നമുക്ക് മുരിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആ അണ്ടിപ്പരിപ്പ് മുഴുവൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവൻ ഇട്ട് കൊടുത്ത് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് അതും കൂടെ ഒന്ന് കോരി മാറ്റണം. നന്നായിട്ട് റോസ്റ്റായി വരുമ്പോൾ ഉണ്ടല്ലോ, അതിലേക്ക് അതൊന്ന് ഇച്ചിരി മാറ്റി വെച്ച് കൊടുത്തിട്ട് ഞാൻ അതിലേക്ക് മുന്തിരിങ്ങയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് ഫ്രൈ ആക്കി ഒരു റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അതെല്ലാം നമുക്ക് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ചിക്കന് വേണ്ടതായ ഉള്ളി ഞാനതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഉള്ളി ചേർത്ത് കൊടുത്ത് ആ എണ്ണയിലോട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് വരുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് ഞാൻ എടുത്ത് ഒരു 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ തക്കാളിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഞാൻ എടുത്തു വെച്ചതായ വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളക് ചതച്ചതും അതെല്ലാം തന്നെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി വന്നതിന് ശേഷം അതൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് പുതിനയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കാം. പിന്നെ പുതിനയും മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു മസാലപ്പൊടിയാണ്. മസാലപ്പൊടി 1 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു മുളക് പൊടി ഒട്ടും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അതിലേക്ക് എന്നിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അതിനകത്തേക്ക് പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ അതിലേക്ക് ചേർക്കണം കേട്ടോ. അപ്പം ചിക്കൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് അതിനകത്ത് ഇച്ചിരി ഗ്രേവി പോലെ ഉണ്ടായിരുന്നു. അതും കൂടെ ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല രീതിയിലൊന്ന് ഇളക്കി എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. സവാളയും നമ്മൾ വഴറ്റി വെച്ച സവാളയും തക്കാളിയും എല്ലാം ഒന്ന് കൂട്ടി നല്ല രീതിയിലൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്കുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കണം കേട്ടോ. വെയിറ്റ് ഇടാതെ ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് വെച്ച് കഴിയുമ്പോഴത്തേന് നമുക്കത് തിള കയറിയിട്ട് നമ്മുടെ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറും കേട്ടോ. ഇത് കണ്ടോ, ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പം ചിക്കൻ ഒരു 1/4 ഭാഗമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം ഞാനത് ഇങ്ങനെ ചിക്കൻ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വറുത്ത് വെച്ച് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന സവാളയില്ലേ, അത് കുറച്ചങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുണ്ടോ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് പുതിനയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുതിനയും മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി ഇച്ചിരി മസാലപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കനകത്ത് നന്നായിട്ട് വെള്ളമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വെള്ളമൊന്നും പറ്റിച്ച് കളഞ്ഞാൽ നമ്മുടെ ചിക്കനൊന്നും വേഗത്തില്ല കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഇതേപോലെ അമർത്തി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കഴുകി വാരി വെള്ളമെല്ലാം കളഞ്ഞ് വെച്ചിരുന്ന അരിയില്ലേ, അത് ഈ ചിക്കൻ്റെ പുറത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. പുറത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു 4.5 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ തിളച്ച് വന്ന വെള്ളം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അതിന് മുമ്പായിട്ട് അരി നന്നായിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കണം കേട്ടോ. അമർത്തി ഇതേപോലെ എല്ലാ ഭാഗവും ഒരുപോലെ അമർത്തി വെച്ചതിന് ശേഷം ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളം 4.5 ഗ്ലാസ് വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മെല്ലെ ചുറ്റിച്ച് എല്ലാ ഭാഗവും എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ ചുറ്റിച്ചൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമുക്കത് ഒന്നും ചെയ്യേണ്ട കേട്ടോ. നമ്മുടെ കുക്കർ അടച്ചു വെക്കുക, ഒരു വിസിലടിച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്കൊന്ന് തുറക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നത് കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ബിരിയാണി, കുക്കർ ബിരിയാണി. അപ്പം ഞാൻ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുന്നുണ്ട്. ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ശകലം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒത്തിരി ഒന്നും ഇട്ട് കൊടുക്കണ്ട, ഒരു ശകലം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിച്ചപ്പാണ്. മല്ലിച്ചപ്പും കൂടെ അതിൻ്റെ പുറത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ
നമ്മുടെ സവാള റോസ്റ്റ് ചെയ്തതും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചേറെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു പിഞ്ച് പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒത്തിരി ഒന്നും ഇട്ട് കൊടുക്കേണ്ട, ഒരു പിഞ്ച് ഗരം മസാല ഇട്ട് കൊടുക്കണം. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പിഞ്ച് ഗരം മസാല ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഒരു ശകലം നെയ്യ് അവിടെ ആയിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നമുക്ക് ചോറൊന്ന് മേളുഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് നെയ്യൊക്കെ ഒന്ന് എല്ലാത്തും എത്തത്തക്ക രീതിയിലൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കുണ്ടല്ലോ കുക്കർ വീണ്ടും അടച്ച് വെക്കണം കേട്ടോ. കുക്കർ വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്കൊരു ചോറിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ചോറ് പിന്നെ ഒരു ദം ചെയ്ത പോലെ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. ഞാനിത് എല്ലാ ഭാഗവും ഇതേപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ അമർത്തി വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റും കൂടെ ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. 10 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം ഞാൻ ഇതേപോലെ അടച്ച് വെച്ചതിന് ശേഷം ഞാനുണ്ടല്ലോ നമ്മൾ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ചോറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണം, കുക്കറിന് ബിരിയാണിയുടെ നല്ലൊരു മണം വന്നു കേട്ടോ. അപ്പോൾ ഞാനതൊരു വേറെ പാത്രത്തിലേക്കൊക്കെ അങ്ങ് എടുത്തു വെച്ചേ. അതിൻ്റെ കൂടെ 2 മുട്ടയും കൂടെ ഒക്കെ എടുത്തു വെച്ചു. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയായിരുന്നു കേട്ടോ. കാണാൻ ഒത്തിരി കളറൊന്നും പിടിച്ചൊന്നും ഇരിക്കുന്നില്ല, ചുമപ്പ് കളറൊന്നുമില്ല. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്നത് പോലത്തുള്ള നല്ല ബിരിയാണിയായിരുന്നു കേട്ടോ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും ഇതേപോലെ കുക്കർ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ. ഒട്ടും എന്ത് പോവോ കുഴയോ ഒന്നുമില്ല കേട്ടോ. നല്ല റെഡിയായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ്. അടുത്ത വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.